പ്രവാസത്തിനിടയിലും മാതൃരാജ്യത്തിന്റെ ഓർമ്മകളുമായി ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം ദുബായിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. ദേശഭക്തി ഉണർത്തുന്ന കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെയാണ് UAE ആഘോഷിച്ചത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയപതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യ സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കോൺസൽ ജനറൽ വായിച്ചു. We recall that unparalleled human tragedy and stand with the families that were torn asunder. We are celebrating the 75th year of our constitution. The journey of newly independent nation was not without obstacles. Remaining firm on the constitutional ideals of justice. Today I had the opportunity to thank the Indian community based in Dubai, Northern Emirates, UAE and all around the world for the strong contribution that they are making in nation building, for the strong contribution that they are making in building bridges of friendship between India. ദേശഭക്തി വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പ്രവൃത്തി ദിവസമായിരുന്നിട്ടും സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേരാണ് ആഘോഷങ്ങളുടെ ഭാഗമായത്. ഇന്ത്യൻ കോൺസുലേറ്റ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത് തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. ഇന്നിവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ഇത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനൊരു ഇൻഡിപെൻഡൻസ് ഡേ ഇവിടെ ഇന്ത്യൻ കൗൺസിലുമായിട്ട് ആഘോഷിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.